എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 13 അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 13 11 മുതൽ 18 വരെ ആരംഭ വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നഗ്നമായ ശക്തിക്ക് ആളുകളെ വളരെ നാൾ കബളിപ്പിക്കാൻ കഴിയുകയില്ല. 10 കൊമ്പും 7 തലയുമുള്ള മൃഗത്തിന് ഭീകരമായ എല്ലാ ശക്തിയുമുള്ള സാത്താന്യ സാമ്രാജ്യത്തിന് കുഞ്ഞാടിനെ പോലെ 2 കൊമ്പുള്ള ഒരു മൃഗം സഹായത്തിന് ആവശ്യമാണ്. വളരെ ആകർഷകവും പ്രചോദകവും ആയ പരസ്യത്തിൻ്റെ ശക്തിയാണ് അത്. ഒരു ദുർഭരണക്രമത്തിനു പോലും ഒരു ഭരണ പ്രത്യയശാസ്ത്രം കൂടാതെ നിലനിൽക്കാൻ കഴിയില്ല. റോമാ സാമ്രാജ്യത്തിന് ചക്രവർത്തി പൂജയുണ്ടായിരുന്നു. വാസ്തവത്തിൽ രാജാവിനെ ആദരിക്കുന്ന മതസംസ്കാരം തുടങ്ങിയത് യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്ന സഭകളുടെ മേഖലയായ ആസ്യ പ്രവശ്യയിലാണ്. അതുകൊണ്ട് മൃഗം ഭൂമിയിൽ നിന്ന് ഉയർന്ന് അത് കൂടുതൽ പരിചിതവും അധികം ഭീതി ഉളവാക്കാത്തതും കുഞ്ഞാടിനെ പോലെ നിർദോഷമെന്ന് തോന്നിക്കുന്നതുമാണ്. എന്നാൽ അതിൻ്റെ ആത്മാവ് മഹാസർപ്പത്തിൻ്റേതാണ്. അത് ആദ്യത്തെ മൃഗത്തെ ആരാധിക്കുകയും മൃഗത്തെ ആരാധിക്കാൻ ഭൂനിവാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യചരിത്രത്തിൽ ഈ പ്രതിഭാസം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുകയും അടയാളങ്ങൾ കാട്ടുകയും ശ്വാസം നൽകുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരനുകരണമാണ് അത്. മഹാസർപ്പത്തോടും മാരകമായ മുറിവുണങ്ങിയ കടൽ മൃഗത്തോടും ചേർന്ന് ഈ ഭൂമൃഗം ഒരു പ്രതിതൃത്വം ആയി മാറുകയാണ്. അതായത് ഒരു കൗണ്ടർ ട്രിനിറ്റി. കപട പ്രവചനത്തിൻ്റെ ആത്മാവിനെ അത് പ്രചരിപ്പിക്കുന്നു. ബുദ്ധിജീവികളും കലാകാരന്മാരും പ്രൊഫസർമാരും അധ്യാപകരും പത്രപ്രവർത്തകരും എന്നുവേണ്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നുണയെ സത്യത്തിന് പകരം, മൃഗത്തിൻ്റെ തിന്മയെ കുഞ്ഞാടിൻ്റെ നന്മയ്ക്ക് പകരം വിറ്റഴിക്കുന്ന ഒരു പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമാക്കാൻ തയ്യാറാണ്. ഭരണകൂടവും അതിലെ ഭരണാധിപന്മാരും പ്രദർശിപ്പിക്കുന്ന അധികാര അത്ഭുതങ്ങൾക്ക് മുൻപിൽ ജനങ്ങൾ അത്ഭുത സ്തബ്ധരായി നിലനിൽക്കാൻ അല്ലെങ്കിൽ നിലകൊള്ളാൻ അത് അവരെ സഹായിക്കും. ഭരണകൂടത്തിൻ്റെ ശക്തി അജയ്യമാണെന്ന് ജനങ്ങൾക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ മരണഭീഷണി അവരുടെ ഇടയിൽ മുഴക്കും. ഭരണകൂടത്തിൻ്റെ പ്രചരണവും ഭീകരതയും എപ്പോഴും ഒന്നിച്ചാണ് പോകുന്നത്. മൃഗത്തിൻ്റെ പ്രതിമയെ വന്ദിക്കാത്തവർ നിഗ്രഹിക്കപ്പെടുന്നു. നേരിട്ടുള്ള ഉപദ്രവത്തിന് പുറമെ അതിശക്തമായ സാമ്പത്തിക സമ്മർദ്ദവുമുണ്ട്. ഇതെല്ലാം, ഞാൻ ഈ പറയുന്നതെല്ലാം കാലികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഓരോ ഇടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും അതിനുള്ളിലുണ്ട്. നെറ്റിയിൽ അടയാളമുള്ളവർക്ക് മാത്രമേ വിൽക്കാനും വാങ്ങാനും കഴിയൂ.
യോഹന്നാന്റെ കാലത്ത് പ്രമാണങ്ങളിൽ പതിച്ചിരുന്ന മുദ്രയും നാണയങ്ങളിലെ രാജശിരസിൻ്റെ രൂപവുമാണ് അടയാളം. സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും അന്യോന്യപൂരകമായി പ്രവർത്തിക്കുന്നുവെന്ന് 17-18 അധ്യായങ്ങൾ പറയുന്നുണ്ട്. കാറൽ മാർക്സ് മുതലാളിത്തത്തെ വിശകലനം ചെയ്യുകയും ഏകകക്ഷി മേധാവിത്വത്തെ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ സർവാശ്ലേഷിയും സർവം ഗ്രാഹിയുമായ മൂലധനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെ ആധുനിക കാലത്തെ മൃഗമായി അല്ലെങ്കിൽ മാമോനായി ഈ വേദഭാഗം വെളിപ്പാട് പുസ്തകം 17:13 ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപാദിക്കുന്നു. ദൈവത്തിൻ്റെ മുദ്ര നെറ്റിയിൽ പതിച്ചവർക്ക് ചക്രവർത്തിയുടെ മുദ്ര സ്വീകരിക്കാനും അതിൻ്റെ അധികാരത്തിനും വ്യാപാരത്തിനും വിധേയമാകാനും ഒരിക്കൽ സാധിക്കില്ല. മൂലധനം ഇത്തരം ഒരു സാത്താന്യ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാറൽ മാർക്സിൻ്റെ വിശകലനം ശരിയാണെങ്കിൽ ഇന്ന് മാമോനെയും അതിൻ്റെ രാഷ്ട്രീയ കയ്യാളുകളെയും ആരാധിക്കുന്ന പ്രവണതയെ ക്രിസ്ത്യാനികൾ എപ്രകാരമാണ് എതിർക്കേണ്ടത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇവിടെ സൂക്ഷ്മ വിശകലനത്തിനുള്ള പരിജ്ഞാനം ആവശ്യമാണ്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു വാക്യമാണിത്. മൃഗത്തെ അതിൻ്റെ പല മൂർത്തിഭാവങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ചരിത്രത്തിൽ 666 അർത്ഥം കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യോഹന്നാൻ സൂചിപ്പിച്ചത് നീറോ ചക്രവർത്തിയെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. നീറോ എന്നെഴുതുന്ന ഗ്രീക്ക് അക്ഷരങ്ങൾ എബ്രായ ലിപികളിലേക്ക് മാറ്റിയാൽ അതിൻ്റെ സംഖ്യാവില 666. അത് ഇവിടെ പറയുന്നു, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. നീറോ കൈസർ എന്ന് എബ്രായ ഭാഷയിൽ എഴുതുന്നതിനെ ശ്രദ്ധിച്ചാൽ അതിലെ അക്ഷരങ്ങളുടെ സംഖ്യയാണ് 666. ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയുണ്ട്. നേരത്തെ പല ഇടങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിശകലനം നടന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ അറിവിലേക്ക് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. ഓരോ സംഖ്യ, നൺ അത് 50 സംഖ്യ, ഓരോ അക്ഷരങ്ങളുടെയും സംഖ്യ. റഷ് 200, വ 6, നൺ 50, കോഫ് 100, സാമേഷ് 60, റഷ് വീണ്ടും വരുന്നു 200. ഇത്രയും ചേരുമ്പോൾ 666. നീറോ കൈസർ അത് എബ്രായ ഭാഷയിൽ എഴുതുമ്പോഴുള്ള ലെറ്റേഴ്സും അതിൻ്റെ സംഖ്യയുമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൻ്റെ ലത്തീൻ അക്ഷരങ്ങളാണ് എബ്രായ ലിപികളിൽ ആക്കുന്നതെങ്കിൽ അത് 616 വരെ കിട്ടത്തുള്ളൂ. ചില പുരാതന കൃതികളിൽ 616 എന്ന് കാണാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നീറോയെയാണോ ഡൊമീഷ്യനെയാണോ സംഖ്യ കുറിക്കുന്നത് എന്നുള്ളതല്ല. എന്തുമായിക്കൊള്ളട്ടെ, മൃഗം വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതും അതിൻ്റെ പ്രചരണങ്ങളും ഭീകരതയും നമ്മൾ മനസ്സിലാക്കണം. മഹാസർപ്പത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്ന മനുഷ്യൻ്റെ പ്രതികരണവും അധ്വാനവും മാത്രമാണ് ഇതിൻ്റെ ശക്തി. ഇതിൻ്റെ ശക്തി സ്വാധീനങ്ങൾക്കൊരു പരിധിയുണ്ട്. ഇത് മനസ്സിലാക്കുക, അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. മൃഗം എത്ര ശ്രമിച്ചാലും 7 കൊണ്ട് സൂചിപ്പിക്കുന്ന ദൈവിക പൂർണ്ണതയിൽ ഒരിക്കലും എത്തുകയില്ല. അത് നീറോ ആയാലും ഹിറ്റ്ലർ ആയാലും ബഹുരാഷ്ട്ര കുത്തകകളുടെ ശക്തി ആയാലും എന്തുമായിക്കൊള്ളട്ടെ, അവയെല്ലാം ഒരു ദിവസം തകർന്നടിയും. കാരണം ഒരു മനുഷ്യൻ്റെ സംഖ്യയാണത്. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ ആലോചന നൽകി
ജീവിപ്പാനുള്ള കരുത്ത് പകരണമേ. ഇന്നത്തെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ മറ്റ് ഉത്തരവാദിത്വ നിർവഹണ മേഖലകളിലും മറ്റെല്ലാ ഇടപെടലുകളിലും ദൈവകൃപയുള്ളവരായി സാക്ഷ്യമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതികൂലതകളുടെ മധ്യത്തിലും സാക്ഷ്യം മറന്നുപോകാതെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു പുതുവർഷം എല്ലാവർക്കും നൽകണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.